12ാമത്തെ വയസ്സിൽ സംവിധായകയായിരിക്കുകയാണ്. എന്റെ അച്ഛനമ്മയ്ക്കും എന്തോ കഴിവുണ്ടെന്ന് തോന്നി. എഡിറ്ററാണ്, ആക്ട്രസാണ്, ഡയറക്ടറാണ്. എന്തെങ്കിലും ബാക്കിയുണ്ടോ? ആദ്യമായിട്ടായിരിക്കും അത് ഇത്രയും പ്രായം കുറഞ്ഞ ഡയറക്ടർ താനായിരിക്കും എന്നൊക്കെ ഒരു വിചാരമുണ്ടോ? ഒരു പ്രായം കുറഞ്ഞ ആള് ഡയറക്ടിംഗ് എന്ന് പറയുന്നത് എല്ലാരും കാണാൻ തോന്നുമല്ലോ, അതിന്റെ സംഭവം അറിയേ. അപ്പൊ കുറച്ചും കൂടെ നമ്മുടെ സിനിമയ്ക്ക് നല്ലതാന്ന് തോന്നി. സിനിമയുടെ വിശേഷങ്ങൾ പറയാം. ഞാൻ തന്നെയാണ് അതിന്റെ സെൻട്രൽ ക്യാരക്ടർ. അൻസുവിന്റെ സിനിമ റിലീസ് ചെയ്ത് അതൊരു ഹിറ്റായി നിൽക്കുമ്പോൾ ആ സമയത്ത് ഡയറക്ടർ അൻസുവിന്റെ അടുത്ത് ഇന്റർവ്യൂ ചെയ്യുക, അന്നേരം കൂടുതൽ വിശേഷങ്ങൾ സംസാരിക്കാന്നാണ് ഇപ്പൊ എനിക്ക് ആഗ്രഹിക്കുന്നത്. കണ്ട് പിള്ളേര് പഠിക്കട്ടെ എന്നൊക്കെയാണ്. നമസ്കാരം. നമ്മളോടൊപ്പം ഇന്നുള്ളത് 12ാമത്തെ വയസ്സിൽ ഒരുപാട് റെക്കോർഡുകൾ നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കുട്ടിയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന അൻസു. അൻസു നമസ്കാരം. നമസ്കാരം. ഇപ്പൊ അൻസുവിനെ കുറിച്ച് ഞാൻ ആദ്യം റെക്കോർഡ് നേട്ടം എന്ന് പറയാൻ കാരണം ഈ 12ാമത്തെ വയസ്സില് ഒരു എന്താ പറയാ ആക്ട്രസ് ആണ്, ഒരു വീഡിയോ ക്രിയേറ്റർ ആണ്, എഡിറ്റർ ആണ്, ഇപ്പൊ ഒരു ഫീച്ചർ ഫിലിം ഡയറക്ട് ചെയ്യാനും പോവാണ് അല്ലെ? പറ എന്തൊക്കെയുണ്ട് വിശേഷം, അല്ലെങ്കിൽ എന്താണ് അൻസുവിനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യും. എന്റെ പേര് അൻസുവരിക. എനിക്കിപ്പോ 12 വയസ്സാണ്. ഇനി 8ിലോട്ട്. എനിക്ക് സുഖമൊക്കെ തന്നെ. എനിക്ക് ഇങ്ങനെ ഡയറക്ട് ചെയ്യണമെന്ന് തോന്നിയത് ഇങ്ങനെ ഓരോ സിനിമയിലെ ആൾക്കാർ ഡയറക്ട് ചെയ്യുന്ന കണ്ടിട്ടാണ്. കുറച്ച് സിനിമ 2-3 സിനിമ ചെയ്തോണ്ടിരിക്കുന്നത്. ഇനി ഇറങ്ങാനുണ്ട് 2 അഭിനയിച്ച സിനിമയാണ് ഇറങ്ങാനുള്ളത്. എങ്ങനെയാണ് ഫുൾ ലെങ്ത് റോളാണോ അതോ ജസ്റ്റ് അത് ഓരോ സിനിമയില് ഓരോന്നാണ്? ഇപ്പോ അൻസുവിന്റെ പ്രൊഫൈൽ നോക്കി കഴിയുമ്പോൾ അൻസുവിന്റെ ഫുൾ ഓൺ ക്രിയേഷൻസ്, അല്ലെങ്കിൽ സർക്കാസിസം, ആക്ഷേപഹാസ്യം അല്ലെ, പൊളിറ്റിക്സ് ഉണ്ട്, അല്ലെങ്കിൽ കറന്റ് അപ്ഡേറ്റ്സ് ഉണ്ട്. ഇതിന്റെ ഒക്കെ കണ്ടന്റ്സ് ഒക്കെ എങ്ങനെ സെലക്ട് ചെയ്യുന്നത്? ഇപ്പൊ ഓരോ ട്രെൻഡ് അനുസരിച്ചിട്ടില്ലേ എല്ലാം. ഇപ്പൊ ഇലക്ഷൻ സമയത്താണെങ്കിൽ ഇലക്ഷന്റെ എന്തെങ്കിലും ബന്ധപ്പെട്ടായിരിക്കും. ഇപ്പൊ കഴിഞ്ഞ ദിവസം മോട്ടിവേറ്ററിന്റെ ആണെങ്കിൽ മോട്ടിവേഷനായിട്ട് ബന്ധപ്പെട്ടിരിക്കും. മോട്ടിവേഷൻ വളരെ ട്രെൻഡിങ് ആയിട്ട് ഇപ്പൊ കത്തി കയറിക്കൊണ്ടിരിക്കുകയാണ്. ആ സാധനം എങ്ങനെയാണ് സ്ക്രിപ്റ്റ് എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്? നമ്മുടെ തലയിൽ എന്തെങ്കിലുമൊക്കെ വരും, അതൊക്കെ എടുത്തങ്ങ് എഴുതും. എന്നിട്ട് പിന്നെ അത് സ്ക്രിപ്റ്റ് ആക്കും. എന്നിട്ട് ഓരോ സജഷൻസ് വേറെ ആൾക്കാരെ ചോദിക്കും. അവര് അത് കുറച്ചും കൂടെ ഇങ്ങനെ ചെയ്താൽ നല്ലതാന്ന് അങ്ങനെയൊക്കെ പറഞ്ഞ് അതും കൂടെ കയറ്റി, എല്ലാം കൂടെ കയറ്റി നന്നായിട്ട് ചെയ്തു. അങ്ങനെ ഇംപ്രവൈസ് ചെയ്ത് വരുന്നല്ലേ? ഇപ്പൊ അൻസുവിനെ കുറിച്ച് ഞാൻ ആദ്യം പറഞ്ഞു എഡിറ്ററാണ്, ആക്ട്രസ് ആണ്, ഡയറക്ടറാണ്. അപ്പൊ ഇതിൽ ഏതൊരു ടൈറ്റിലാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു ടൈറ്റിൽ സോങ്? എനിക്ക് എല്ലാം ഒരുപോലെയാണ്. പിന്നെ ഡയറക്ഷൻ കുറച്ചും കൂടെ കൂടുതലാണ്, ആക്ടിങ്ങും ഡയറക്ഷനും കുറച്ചും കൂടെ കൂടുതലാണ്. എഡിറ്റിങ് പിന്നെ എനിക്ക് ഇഷ്ടമാണ്, കൂട്ടുകാരൊക്കെ ചെയ്ത് കൊടുക്കാറുണ്ട്. അങ്ങനെ എല്ലാം ഇതെല്ലാം എവിടെയെങ്കിലും പഠിച്ചതാണ്? കാരണം 8ാം ക്ലാസ്സിലല്ലേ ആയിട്ടുള്ളൂ. ഇതിനൊക്കെ സമയം കിട്ടുന്നുണ്ടോ എല്ലാം പഠിച്ചെടുക്കാൻ? ഡയറക്ഷൻ, ആക്ടിങ് ഞാൻ പഠിച്ചിട്ടില്ല. ഓരോരുത്തര് ചെയ്യുന്ന കണ്ട് അത് എങ്ങനെയായിരിക്കും എന്ന് ഞാൻ തന്നെ കണ്ണാടി പോയി നോക്കി, അങ്ങനെയാണ് ഞാൻ ആക്ടിങ് പഠിച്ചത്. പിന്നെ അല്ലാതെ ആരും പഠിപ്പിച്ചിട്ടൊന്നുമില്ല, എഡിറ്റിങ്ങും ആരും പഠിപ്പിച്ചിട്ടില്ല. ഇനി ഞാൻ ഡൗട്ട് ഉണ്ടെങ്കിൽ ഞാൻ യൂട്യൂബിലുള്ള നോക്കുവാണെങ്കിലേ ഉള്ളൂ. പിന്നെ ഡയറക്ഷനും അങ്ങനെ ആരും പഠിച്ചിട്ടില്ല. പക്ഷെ ഓരോരുത്തർ പറഞ്ഞു തരുമല്ലോ. ഇപ്പൊ യൂട്യൂബിലാണെങ്കിലും കുറെ സജഷൻ വീഡിയോ ഒക്കെ ഉണ്ടാവില്ല, അതൊക്കെ കണ്ട് കുറച്ചൊക്കെ. അൻസുവിന്റെ കരിയർ സ്റ്റാർട്ടിങ് എങ്ങനെയായിരുന്നു? അതായത് ഇപ്പോ ഒരു ഇൻഫെയിം ആയിട്ട് വരുന്ന സൂര്യ ടിവിയിലെ ലാഫിംഗ് വില്ലയിലൂടെയാണ്. അതിനുശേഷം ഏഷ്യാനെറ്റ്, ഫ്ലവേഴ്സ്. അപ്പൊ അങ്ങനെ വരുന്ന ആ ഒരു കരിയർ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത് എന്ന് പറയാമോ? കുഞ്ഞിലെ ഞാന് ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ കലോത്സവം അങ്ങനെയുള്ള സംഭവത്തിലൊക്കെ ചെയ്തപ്പോഴത്തേക്കും എന്റെ അച്ഛനമ്മയ്ക്കും എന്തോ കഴിവുണ്ടെന്ന് തോന്നി. അങ്ങനെ എന്നെ കൊണ്ടുപോയി ഒരു സിനിമയിൽ അഭിനയിപ്പിച്ചു. സിനിമയല്ല, ഒരു കുട്ടിപ്പട്ടാളോ അങ്ങനെ എന്തോ ഒരു കുഞ്ഞിലെ കുട്ടിപ്പട്ടാളത്തിനാണ് ആദ്യം തുടങ്ങിയത്. പിന്നെ സൂര്യ TV ആയി. പിന്നെ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ മറ്റേ ആയുധ സിനിമ എന്റെ എലവൻസിൽ. പിന്നെ ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് തുടങ്ങിയ ഷോർട്ട് ഫിലിം ചെയ്ത് ആദ്യം, എന്നിട്ട് സിനിമയിലേക്ക് വന്നു. അതിനുശേഷം വീണ്ടും ടെലിവിഷൻ പ്രോഗ്രാംസിലേക്ക് തന്നെ വന്നു. പിന്നെ 2-3 സീരിയലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ ആൽബം ഒക്കെ ആയിരുന്നു. അപ്പൊ സിനിമയായി. ഇപ്പൊ സിനിമ ഡയറക്ഷൻ വരെ എത്തി. അതായത് ചെറിയ കലോത്സവങ്ങളിൽ ചെറിയ കലോത്സവം എന്ന് പറയാൻ പറ്റില്ല, കലോത്സവങ്ങളിൽ നിന്ന് തുടങ്ങി സിനിമയിലേക്ക് എത്തിയ ശരിക്കും ഒരു നായികയുടെ വളർച്ചയും പല നായികമാരും മലയാളത്തിൽ നിൽക്കുന്നതും ഇതുപോലെയാണ് കലോത്സവ വേദികളിൽ നിന്ന് സിനിമയിലേക്കാണ്. അപ്പോ സിനിമ തന്നെയാണോ ലക്ഷ്യം, അതോ വേറെ എന്തെങ്കിലും ലക്ഷ്യങ്ങൾ അൻസുനുണ്ടോ? എനിക്ക് ഇതിലാകുമ്പോ IPS ആവണമെന്നൊരു ആഗ്രഹമുണ്ട്. അതിന്റെ കൂടെ വീഡിയോ ക്രിയേറ്ററും, അതിന്റെ കൂടെ ഡയറക്ഷനും, അതിന്റെ കൂടെ ആക്ടിങ് എല്ലാം ഒരുമിച്ചുണ്ടോന്നാണ് ആഗ്രഹം. IPS, ഡയറക്ഷൻ, ആക്ടിങ്, വീഡിയോ ക്രിയേഷൻ
കുഴപ്പമില്ല, ഡയറക്ഷൻ വന്നാൽ നമുക്ക് ബാക്കിയില്ല. പക്ഷെ IPS വെക്കുന്നത് രണ്ട് തട്ടി നിൽക്കുന്നതാണല്ലോ. നമുക്ക് പപ്പാടൊക്കെ ചോദിക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ പറയണത് എങ്ങനെയാ, മറ്റേ 3 വർഷത്തെ എന്തോ ലീവ് എടുക്കും, പിന്നീട് കുറച്ച് ദിവസം പോയി കയറും, എന്നിട്ട് വീണ്ടും ലീവ് എടുക്കും. അങ്ങനെ IPS ആവാ ലീവ് എടുക്കുക ആഗ്രഹമുണ്ട്. അത് കുഞ്ഞിലോട്ട് ഒരു പോലീസ്, ഇപ്പൊ വിജയുടെ ഒക്കെ പടം കണ്ടിട്ട് അടിക്കുക ഫൈറ്റ് സീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനത്തെ ഒരു വൈബാണ് ഞാൻ. അപ്പൊ അങ്ങനെ എനിക്ക് പോലീസ് ആവുന്ന ഒരു തൊല കയറി. അതുകൊണ്ടാണ് പോലീസ് ആവണമെന്ന് പറഞ്ഞിരുന്നത്. കാരണം നമ്മളെല്ലാം ഞാനും ചെറുപ്പത്തിൽ പോലീസ് ആണെന്ന് പറഞ്ഞു. എന്റെ വീട്ടുകാരോട് ചോദിച്ചറിയാം, ഞാൻ ചെറുപ്പത്തിൽ പോലീസ് ആണെന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. പിന്നെ അത് മാറിയതാണ്. അന്നേരം എനിക്ക് ഇതുപോലെയൊക്കെ ആഗ്രഹമുണ്ട്. അതായത് ഒരു സൈഡില് പോലീസ്, ഒരു സൈഡില് വേറെ ബിസിനസ്, അങ്ങനെ ഒരേ സൈഡിൽ കൊണ്ടുപോകുന്നത്. ആ സമയത്ത് പറ്റുമെന്ന് അറിയത്തില്ല. എന്റെ ഇപ്പോഴത്തെ ഒരു ആഗ്രഹം പറഞ്ഞേ, അവിടെ നിന്ന് ഞാൻ മാക്സിമം ശ്രമിക്കും. ഇപ്പൊ അങ്ങനെയാണ് നിക്കുന്നത്. ഇപ്പൊ വീട്ടില് ആർക്കാണ് ഇപ്പൊ അച്ഛനും അമ്മയും ചേച്ചിയാണോ ഉള്ളത് അല്ലെ? ചേട്ടനുണ്ട്. അപ്പൊ ഇവർക്കൊക്കെ അൻസുവിന്റെ ഏത് സൈഡാണ് ഇഷ്ടം? ഡയറക്ഷൻ ആണോ, അഭിനയമാണോ? അതോ? പപ്പായ്ക്ക് ഡയറക്ഷനും അഭിനയം, പപ്പായ്ക്ക് എല്ലാ ഫീൽഡും ഇഷ്ടമാണ്. അമ്മയ്ക്ക് വീഡിയോ ക്രിയേഷനും ആക്ടിങ്ങും പിന്നെ IPS എന്നുള്ള ചിന്ത എല്ലാവർക്കും ഉണ്ട്. പഠിക്കുന്ന നല്ല വലുതാവണം എല്ലാവർക്കും ആഗ്രഹമില്ലേ. പിന്നെ ചേച്ചിക്കും ചേട്ടനും എല്ലാം ഇഷ്ടമാണ്. അഭിനയായിരിക്കും എല്ലാവർക്കും കൂടുതൽ. ആദ്യം അതിലല്ലായിരുന്നു. ഈ IPS ആകുക എന്ന് പറയുമ്പോൾ നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ഒരു ഇതാണ്. അൻസമയാണോ കഷ്ടപ്പെട്ട് പഠിക്കുന്ന കുട്ടിയാണോ? എനിക്ക് കുറച്ച് ഹാർഡ് വർക്ക് ഇഷ്ടമാണ്. കുഞ്ഞു കാര്യത്തിൽ ചുമ്മാ ഇരിക്കുന്ന ഇഷ്ടമല്ല. കുറച്ചപ്പോ ശ്രമിക്കാം. അല്ല ചുമ്മാ ഇരിക്കണം. അപ്പൊ ഈ ചുമ്മാ ഇരിക്കുന്ന സമയങ്ങളിലാണോ ഈ അഭിനയവും കാര്യങ്ങളൊക്കെ തലേ കയറുന്നത്? അഭിനയം അത് എനിക്ക് ഞാൻ പറഞ്ഞല്ലോ കുഞ്ഞിലെയാണ് തലേ കയറുന്ന. ഡയറക്ഷൻ എനിക്ക് അങ്ങനെയാ. ചുമ്മാ ഇരുന്നപ്പോഴാണ് അത് ചെയ്ത് ഞാൻ എങ്ങനെയായിരിക്കും. കാരണം ഒരു ക്ലാസ്സിലൊക്കെ മിക്കപ്പോഴും മിക്ക ക്ലാസ്സിലും കുഞ്ഞിലെ തൊട്ട് ലീഡറിന്റെ ഒരു സ്ഥാനത്താണ്. എന്തോ എനിക്കെല്ലാവരും കൺട്രോൾ ചെയ്യാനുള്ള ഒരു കഴിവുണ്ടെന്നാണ് വീട്ടിലൊക്കെ പറയുന്നത്. എന്നെ കൊണ്ട് ചെയ്യാനുള്ള താങ്ങാൻ എനിക്ക് പറ്റുമെന്നൊരു ഉറപ്പുണ്ട്. ഇപ്പൊ ഞാൻ ഇപ്പൊ 8ാം ക്ലാസ്സിലാന്ന് പറഞ്ഞു. ഈ 8ാം ക്ലാസ്സിൽ എട്ടിലായിട്ടില്ല. ഈ 8 ആകുമ്പോ ഒരു സിനിമ ഡയറക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ബാക്കിയുള്ളവർ എന്താ പറഞ്ഞു? ഇപ്പൊ കേട്ടവരൊക്കെ എന്താ പറഞ്ഞു? എല്ലാവരും ഒന്നിട്ട് കുന്തപ്പനെ നോക്കൊണ്ടിരിക്കുന്ന മാത്ര. കുറെ പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നീ ചെയ്യും, നിന്നെ കൊണ്ട് പറ്റും, അതൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കുറെ പേര് പറയുന്നുണ്ട്. ഇപ്പൊ ജയകൃഷ്ണൻ സാറാണേലും കുറെ പറയുന്നുണ്ട്. ജയകൃഷ്ണൻ സാർ എന്ന് പറയത്തേക്കും നമ്മുടെ കോമഡി ഉത്സവത്തിൽ, എന്റെ ചേട്ടനെ പോലെ തന്നെ കോമഡി ഉത്സവത്തില് ചെയ്തോണ്ടിരുന്നത്, സ്കിറ്റൊക്കെ ചെയ്തോണ്ടിരുന്നത്. അപ്പൊ അതിനകത്ത് ഞങ്ങൾ ഗ്രൂം ചെയ്ത 2 സാറുണ്ട്, അബ്രഹാം സാറും പിന്നെ ജയകൃഷ്ണൻ സാറും. അപ്പൊ അതിനകത്ത് ഒരു സാറാണ് ഈ സാറ്. ഈ സാറാണെങ്കിൽ വീഡിയോ ക്രിയേറ്ററും കൂടെയാണ്. അപ്പൊ ആ സാർ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എന്നെ വലുതാക്കാൻ സഹായിക്കുന്ന ഒരാളാണല്ലേ. അപ്പൊ കോമഡി ഉത്സവം എന്ന് പറഞ്ഞാൽ കുറച്ച് വർഷങ്ങളായിട്ട് കൂടെ ഉണ്ട് ജയകൃഷ്ണൻ സാർ അല്ലെ? നമുക്ക് സിനിമ കുറച്ച് നേരത്തേക്ക് മാറ്റി വെച്ച് നിൽക്കാം. കാരണം അൻസു ഇപ്പോ സിനിമ ഡയറക്ഷൻ ആണ്, ഒരു സിനിമ സംവിധായകയാണ്. എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം പറഞ്ഞ റെക്കോർഡുകളിൽ ഒന്നതാണ് ഏറ്റവും പ്രായം കുറഞ്ഞ ഒരു സംവിധായക ആയിരിക്കും. സ്ത്രീ സംവിധായകരെ ശരിക്കും മലയാളത്തിൽ കുറവാണ്. അപ്പോഴാണ് ഏറ്റവും പ്രായം കുറഞ്ഞ സംവിധായക. 12ാമത്തെ വയസ്സിൽ സംവിധായക ആയിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് ആ സിനിമയുടെ സെക്ഷൻ കുറച്ചേരം മാറ്റിയത് നമുക്ക് റീൽസ് കണ്ടന്റ് അല്ലെങ്കിൽ എഡിറ്റിംഗ് ആ സെക്ഷനിലേക്ക് വരാം. ഒരു ഏരിയ ഫുള്ള് വീടിന്റെ അടുത്തുള്ള ഒരു 5-6 വീടുകൾ മൊത്തമായിട്ട് അങ്ങ് വിലക്കെടുത്താക്കുവല്ലേ. അവരെല്ലാരും നമ്മളിപ്പോ വീഡിയോ കഴിച്ചെടുക്കുമ്പോ അവര് നല്ല സപ്പോർട്ട്. എല്ലാവർക്കും പറയും കാണാറുണ്ട്, അടിപൊളി. അപ്പോഴത്തേക്കും അവരുടെ ഇടക്കിടക്ക് പറയാറുണ്ട് എനിക്ക് അഭിനയിക്കാൻ ഒരു ആഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞ് പപ്പാടൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെ പിന്നെ അവിടെയുള്ള എല്ലാരും സപ്പോർട്ടാണ്. വിലക്കൊന്നും എടുത്തിട്ടില്ല, പറയണേന്നാണ് അങ്ങനെ പറയാം. ആ കൂട്ടത്തിന്റെ കൂട്ടമൊക്കെ എങ്ങനെയാണ് ഉണ്ടായത്? കാരണം ഒരു 10 പിള്ളേരോളം ഉണ്ട്. മാത്രമല്ല നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു അമ്മച്ചിയുണ്ട്, കുറച്ച് അമ്മച്ചിമാരുണ്ട് ആരിതെങ്ങനെയാണ്? ആര് കൂട്ടത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മറ്റേ ഈ എന്റെ ഏജിനും അതാണെങ്കിൽ ഒന്ന് മറ്റേ എന്റെ സ്കൂളിൽ സെന്റ് ഫ്രാൻസിസിൽ പഠിച്ചോണ്ടിരുന്നപ്പോ ബസ്സിന് പോകാൻ നേരത്ത് തൊട്ടടുത്തുള്ള വീട്ടിലെ ആൾക്കാരൊക്കെ എനിക്കറിയാം. നമ്മൾ ഒരാളുടെ ബിഹേവിയർ കണ്ടാ തോന്നുന്നു ചിലപ്പോ ആക്റ്റീവ് ആയിരിക്കാം. അങ്ങനെ എടുത്തക്കടെയാണ് എന്തൊരു ചെയ്താൽ നല്ലതായിരിക്കും എനിക്ക് പെട്ടെന്ന് കാണുമ്പോ തോന്നും. ഒരാളെ കാണുമ്പോ കുറച്ച് ആക്റ്റീവ് ആണോ അല്ലേ എന്നൊക്കെ പെട്ടെന്ന് തോന്നും. അപ്പൊ ഓരോ കണ്ടന്റുകൾ എടുക്കുമ്പോഴും ക്യാരക്ടർ എങ്ങനെയാണ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്? അവർക്ക് ഇപ്പൊ നല്ല സ്ക്രിപ്റ്റ് എഴുതും, എഴുതിട്ട് അതിനകത്ത് പറ്റുന്ന ക്യാരക്ടർ ആർക്കാണോ സ്യൂട്ട് ആവുന്നത്, ഏറ്റവും കൂടുതൽ ഡയലോഗ് ആരാ പറയുന്നത് അവർക്ക് കൊടുക്കും. ഇപ്പോ അൻസുവിന്റെ കണ്ടന്റ്സില് ഏറ്റവും കൂടുതൽ ലീഡിങ് റോൾ ചെയ്യുന്ന അൻസു തന്നെയല്ലേ? അതുകൊണ്ട് അൻസു ഇപ്പൊ ഡയറക്ഷനും എഡിറ്റിംഗും എല്ലാം ചെയ്യുമ്പോ എന്നാ പിന്നെ ലീഡ് റോള് വേറെ ആൾക്ക് കൊടുത്തുകൂടെ എന്ന് ചിന്തിച്ചൂടെ?
അങ്ങനെ മീൻസ് ഇപ്പോ അതിനകത്ത് കുറച്ച് ആക്റ്റീവ് ആയിട്ടിരിക്കുന്ന കുറച്ചും കൂടെ മീൻസ് കുറച്ചുകൂടെ എല്ലാം മിക്ക ചെറുതായിട്ടൊക്കെ അറിയാന്നിരിക്കുന്നത് എനിക്കല്ലേ. അപ്പോ ആദ്യം ചെയ്തിട്ട് എന്നെ കണ്ടിട്ട് അവര് പഠിക്കട്ടെ, എന്നിട്ട് കുറെ കൂടെ ഫേമസ് ആയി കഴിയുമ്പോഴത്തേക്കും അവര് ഒരു നല്ല ക്യാരക്ടറൊക്കെ ചെയ്യണം. എനിക്കിപ്പോ ഓർമ്മ വരുന്ന വേറൊരു കുറച്ച് നാളുകൾക്ക് മുമ്പ് ഇറങ്ങിയ ഒരു ഇന്റർവ്യൂ ആണ്. അതായത് വേറൊരു കുട്ടി വന്നിട്ട് ഞങ്ങളുടെ തലമുറ ഭയങ്കര അപ്ഡേറ്റഡ് ആണ്, ഞങ്ങൾ എല്ലാത്തിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, അങ്ങനെയൊക്കെ പറയുന്നത് ആധികാരികമായിട്ട് പറയുന്നത് എന്നെ കണ്ട് പിള്ളേര് പഠിക്കട്ടെ എന്നൊക്കെയാണ് മനസ്സിലായത്. അങ്ങനല്ല, ഇപ്പൊ ആക്ടിങ് അവർക്ക് അറിയത്തില്ലെങ്കിൽ ഇപ്പൊ ഞാൻ ചെയ്യുന്നത് അവർക്ക് നന്നായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവരത് കണ്ട് പഠിച്ചോട്ടെ എന്നല്ല, മീൻസ് കുറച്ച് മനസ്സിലാക്കി ഇപ്പൊ പറഞ്ഞു കൊടുക്കുമല്ലോ. ഇപ്പൊ മെയിൻ ക്യാരക്ടർ ആണെങ്കിൽ അവർക്കൊരു ഇത് ഉണ്ടാവില്ലേ, എനിക്ക് അതുപോലെ ആവണം, കുറച്ചുകൂടെ നല്ല എല്ലാരും അറിയത്തുള്ളൂ. എന്തായാലും നമ്മളിപ്പോ ആ വിഷയത്തിലേക്ക് വന്നുകൊണ്ട് ചോദിക്കാം. ഇപ്പൊ അൻസുവിന്റെ കൂട്ടത്തിൽ ആ ഒരു സെറ്റ് ഓഫ് പിള്ളേർ ഒരുപാടുണ്ടല്ലോ. നിങ്ങളുടെ ഇടയിൽ വരുന്ന ചർച്ചകൾ എങ്ങനെയാണ്? ഈ കണ്ടന്റിനെ കുറിച്ച് മാത്രമാണോ അതോ ലോകകാര്യങ്ങളെല്ലാം ചർച്ച ചെയ്താണോ? ഞങ്ങള് ചുമ്മാ നമ്മുടെ ഇപ്പൊ കുറച്ച് ബ്രേക്ക് എടുത്തേക്കണെങ്കിൽ കളിക്കുകയും ചിരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ കണ്ടന്റ് മാത്രം ഒന്നും അങ്ങനെയൊന്നുമല്ല, പണ്ണുണ്ട്. അപ്പൊ ഈ കണ്ടന്റുകളൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ ലാസ്റ്റ് വന്നത് മോട്ടിവേറ്റിംഗ് സർക്കാസ്റ്റിക് ആയിട്ട് കണ്ടന്റ് വളരെ നല്ലൊരു കണ്ടന്റ് ആയിരുന്നു. അപ്പൊ ആ ഒരു കണ്ടന്റ് നമ്മുടെ വീട്ടുകാരെ പറഞ്ഞാൽ ആ കണ്ടന്റ് വേണോ, അങ്ങനെ കുറച്ച് വീട്ടുകാർ പറഞ്ഞായിരുന്നു കുറച്ച് ബാഡ് വേർഡ്സ് ഉണ്ടല്ലോ. പക്ഷെ നമ്മളത് ശരിക്കും പറഞ്ഞ ഞാൻ ഉണ്ടാക്കി അങ്ങനത്തെ കണ്ടന്റ് അല്ലല്ലോ, ഒരാൾ ട്രോളുന്നില്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല തോന്നി, അത്യാവശ്യം സമൂഹത്തില് ഒരു ധൈര്യം. പക്ഷെ ഞങ്ങള് വിചാരിച്ച കമന്റ് ബോക്സിലേക്ക് ഭയങ്കര നെഗറ്റീവ് ആയിരിക്കും, പക്ഷെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കമന്റ് ബോക്സ് ഫുൾ സപ്പോർട്ടാണ്. എല്ലാം അറിയാവുന്നവരില്ല, അറിയാത്തവരുണ്ട്, എല്ലാരും അത്യാവശ്യം സപ്പോർട്ടാണ്. ഇപ്പൊ ഈ കൂട്ടത്തെ കുറിച്ച് തന്നെ പറഞ്ഞാൽ ആ കൂട്ടത്തിൽ എല്ലാവരെയും എത്ര നാളായിട്ടുള്ള പരിചയമുണ്ട് ഇപ്പൊ അൻസുവിന്? കാരണം ഇപ്പൊ ബസ്സിന് പോയപ്പോ അടുത്തുള്ള വീട്ടിലെ ചേച്ചി അല്ലെങ്കിൽ അടുത്തുള്ള വീട്ടിലെ കൊച്ചെന്നൊക്കെ പറഞ്ഞല്ലോ. കുട്ടികള് എന്താ എന്നോട് ചെയ്യുന്നത് മിക്കവരും ബസ്സിനകത്തുള്ളവരാണ്. പിന്നെ ഈ ഒരു ഞങ്ങളുടെ റെസിഡൻസിയിൽ അവിടെ ഞങ്ങൾ ഭയങ്കര റെസിഡൻസിയില് സ്കിറ്റ് ചെയ്യാനൊക്കെ ഞങ്ങളെ വിളിക്കും. അപ്പോ അതില് എന്റെ അവിടെ ഉള്ള ഏരിയയിലുള്ളവരെ ഞങ്ങൾ പരിചയം ഉണ്ടാവും. അങ്ങനെ വിളിച്ച് പരിചയമുള്ളവരാണ് മിക്കവരും. എനിക്ക് അൻസുവിന്റെ എഡിറ്റിംഗ് സ്കില്ല് മൊത്തം വന്നാക്കുന്ന റെസിഡൻസിയില്ല. കാരണം എഡിറ്റിംഗിന്റെ പേജ് ഫുള്ള് റെസിഡൻസി വിഷ്വൽസും റെസിഡൻസി ആഘോഷങ്ങളും മൊത്തമാണ് അല്ലെ? അല്ല, ഈ കൂട്ടം മൊത്തം ഉണ്ടല്ലേ, എല്ലാവരെയും കൃത്യമായിട്ട് ട്രെയിൻ ചെയ്തെടുക്കാൻ എത്ര നാൾ എടുക്കും? ഒരു കണ്ടന്റിന് വേണ്ടി ഇങ്ങനെ അസൈൻ ചെയ്ത് ട്രെയിൻ ചെയ്തെടുക്കാൻ എത്ര സമയം എടുക്കാൻ? ഒരു ഡയറക്ടറായിട്ട് പറഞ്ഞാൽ അത്രയ്ക്ക് സമയമൊന്നും എടുക്കത്തില്ല. ആദ്യമൊക്കെ ചെയ്യുമ്പോ കുറച്ച് പാടുണ്ടായിരുന്നു, അവർക്ക് എന്താ സംഭവം ഒന്നും മനസ്സിലാവത്തില്ലായിരിക്കും ചിലപ്പോ, കുറച്ച് പാടായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല, അവര് വരുന്നതേ ഉള്ളൂ. എന്താ ഞാനും പഠിച്ച് അതിന്റെ എക്സ്ട്രീം എത്താൻ വേണ്ടിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് അവരും പല പിള്ളേരുടെ സൂപ്പർ ആട്ടോ. അതൊക്കെ അവരൊക്കെ എങ്ങനെ? അവരൊക്കെ ചോദിച്ചു വന്നവരാണോ എല്ലാം? അതോ എന്റെ ചിലവരൊക്കെ ചോദിച്ചു വന്നതാണ്. പിന്നെ ചിലവര് അവര് കുഴപ്പമില്ല ഞങ്ങക്ക് തോന്നിയിട്ട് വിളിച്ചവരുണ്ട്. ചിലപ്പോ അവർക്കൊന്നും ചെയ്യാൻ അറിയത്തില്ലാത്തവരായിരുന്നു. ഇപ്പൊ അവര് ചെയ്യുന്നുണ്ട്. ആദ്യത്തെ ഒക്കെ ചെയ്യുമ്പോൾ നല്ല ബെറ്റർ ആയിട്ട് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ അൻസൂര് തന്നെ ഇലക്ഷൻ സമയത്ത് വന്നൊരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു സീരീസ് ഉണ്ടായിരുന്നു. ആ സീരീസ് നല്ലൊരു പാട്ടുണ്ടായിരുന്നു, നല്ലൊരു സ്ക്രിപ്റ്റ്, ഡയറക്ഷൻ, അങ്ങനെ എല്ലാം നമുക്കൊരു പ്രൊഫഷണൽ ടച്ചിൽ തന്നെ നിൽക്കുന്നത്. എന്നിട്ട് ഈ പാട്ടും കാര്യങ്ങളൊക്കെ എങ്ങനെയാ അതിൻ്റെ കയറി വന്നത്? കാരണം ഇല്ലുമിനാറ്റിയുടെ ഒന്നാമത് ഇല്ലുമിനാറ്റി ട്രെൻഡ് ആയിരുന്നു, പിന്നെ ഇലക്ഷന്റെയും ഒരു സമയമായിരുന്നു. അപ്പോ ഇത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കൂട്ടിക്കുറച്ചെല്ലാം തോന്നി ലിറിക്സ് ചെയ്തിട്ട് പിന്നെ ജയകൃഷ്ണൻ ചേട്ടന്റെ ഒന്ന് കൊടുത്തു. അവര് ചേട്ടൻ സെറ്റാക്കി. അപ്പൊ അതും അൻസുവിന്റെ തന്നെയാണ് എല്ലാ സകലകല വല്ലഭ അല്ലേ? ഇനിയിപ്പോ എന്തെങ്കിലും ബാക്കിയുണ്ട്? കാരണം ഇപ്പൊ ഡയറക്ഷൻ ചെയ്തു, സിനിമ എഡിറ്റ് ചെയ്തു, കൊറിയോഗ്രഫി ചെയ്തു, ക്യാമറ ചെയ്തു, അല്ലെ ക്യാമറ ചെയ്തു, ഇനി കോസ്റ്റ്യൂം ചെയ്തു, മേക്കപ്പ് ചെയ്തു. സീരിയലിലേക്ക് മേക്കപ്പ് ഒക്കെ ഉണ്ട്, മീശയും മറ്റേ മുടിയൊക്കെ ഉണ്ട്. ഇനി ഇതിപ്പോ വരികൾ എഴുതി. ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഇനി സാധനങ്ങളുണ്ട് നമുക്ക്. ആങ്കറും കൂടെ ആവണമെന്ന് എനിക്കൊരു ചെറിയൊരു ആഗ്രഹമുണ്ട്. അയ്യോ അല്ല, നമുക്ക് ഒരു അവസരം കൊടുക്കാം. ആങ്കറെ, എന്റെ പേര് അജിത്ത്. ആങ്കറെ ഇപ്പൊ ആഗ്രഹങ്ങളെല്ലാം നമുക്ക് സഫലീകരിച്ചു വിടാം. ഒറ്റ മിനിറ്റ് സിമ്പിൾ ആയിട്ട് എടുത്തോ. എന്റെ പേര് അജിത്ത്, ഞാനിവിടെ ആങ്കർ ഉണ്ട്. ഞാനിപ്പോ ആഗ്രഹമല്ലേ, ഞാൻ ഇപ്പൊ 10 ഫുൾ A+ മേടിച്ചിട്ട് വന്നിരിക്കുക. ആഗ്രഹമല്ലേ? എങ്ങനെയുണ്ട് ക്യാമറമാൻ? ഒരു അവസരം.
ഹലോ, എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്ന് കൂടിയിരിക്കുന്നത് അജിത്തേട്ടനാണ്. നമ്മുടെ 10ാം ക്ലാസ്സിൽ ഫുൾ A+ മേടിച്ച് വലിയൊരാളായിട്ടിരിക്കുന്നതാണ്. എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചെടുത്തത്? കഷ്ടപ്പെട്ട് വീട്ടില് ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ അടിയിൽ ഇരുന്ന് പുസ്തകം മറിച്ച് ഒരുപാട് കഷ്ടപ്പാടുന്നു. മഴയത്തൊക്കെ ഓലപ്പുരയുടെ താഴത്തിരുന്ന് കൊടയൊക്കെ പിടിച്ചായിരുന്നു പഠിച്ചിരുന്നത്. കരച്ചിൽ വരുന്ന നിമിഷങ്ങളായിരുന്നു. കഷ്ടം. വീട്ടില് ഭയങ്കര പ്രതിസന്ധി ആയിരിക്കും അല്ലേ? എല്ലാവരും സപ്പോർട്ടൊക്കെ ആയിരുന്നു. ഈ ഫുൾ A+ മേടിക്കുന്ന ആർക്കെങ്കിലും പ്രതീക്ഷ ഉണ്ടായിരുന്നു? ആർക്കും പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ എങ്ങനെ കോപ്പി അടിച്ചാണോ ചോദിച്ചത്? സീക്രട്ട് പറയാൻ പറ്റില്ല. റിസൾട്ട് വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ, കളയരുത്. ഓക്കെ, ചുമ്മാ പറഞ്ഞ. പിന്നെ എന്തൊക്കെയാണ് വിശേഷം? പിന്നെ എന്തിന്റെ വിശേഷം? നല്ല വിശേഷം. ഫുൾ A+ വാങ്ങി, ഫ്ലെക്സ് ഒക്കെ വെച്ചു. 2 എണ്ണം വെച്ചിട്ടുണ്ട് 2 ജംഗ്ഷനിലേക്ക്. വലുതാകുമ്പോ ആരാണെന്നാണ് ആഗ്രഹം? വലുതാകുമ്പോ എനിക്ക് IPS ആവണം. അപ്പൊ നമ്മളോട് ഒരു മാച്ച് ആയിരിക്കും. പിന്നല്ല കൊള്ളാട്ടോ. ഒറ്റയടിക്ക് പറഞ്ഞാണെങ്കിലും വളരെ മനോഹരമായിട്ട് ചെയ്തു പോയിട്ടുണ്ട്. ആ കൂടി ഒരു സ്ഥലത്തെ പപ്പ പേടിച്ചിട്ടുള്ളൂ. ഞാൻ എല്ലാ തവണയും പപ്പ പേടിക്കാറുണ്ട്. എന്റെ കെട്ടിൻ സൂട്ടി എഡിറ്റർ ചെയ്ത് വളർത്താറ്. അപ്പൊ കുഴപ്പമില്ല. ആങ്കറിങ് ഓക്കെ. അപ്പൊ ആങ്കറിങ് എന്തൊക്കെയാണ്? ആങ്കറിങ്, ഡയറക്ടിങ്, ലിറിസിസ്റ്റ്, കോസ്റ്റ്യൂം, മേക്കപ്പ്, ഡയലോഗ്, പിന്നെന്താ ഡയറക്ഷൻ. ഓക്കെ. അപ്പൊ ഒരു സകലകല വല്ലഭയായിട്ട് ആദ്യം ഞാൻ ഇന്റർവ്യൂ പറഞ്ഞത് സത്യമുള്ള കാര്യമാണ്. റെക്കോർഡുകൾ നേടിയെടുക്കാൻ വേണ്ടി തന്നെയാണ് അൻസു ഒരുങ്ങി പുറപ്പെട്ടിരിക്കുന്നത് അല്ലെ? അല്ല ഇങ്ങനെ ചെയ്തു വന്നപ്പോൾ അറിയാമായിരുന്നു ഇതൊക്കെ ചിലപ്പോ ആദ്യമായിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇത്രയും പ്രായം കുറഞ്ഞ ഡയറക്ടർ താനായിരിക്കും എന്നൊക്കെ ഒരു വിചാരം ഉണ്ടോ? ഉണ്ടായിരുന്നു. അല്ലെ പിന്നെ ഞാൻ വലുതായിട്ട് ചെയ്യാനായിരുന്നു. പിന്നെ ഒരു പ്രായം കുറഞ്ഞ ആള് ഡയറക്ട് ചെയ്യാന്ന് പറയുന്നതൊക്കെ എല്ലാരും കാണാൻ തോന്നുമല്ലോ, അതിന്റെ സംഭവം എന്നറിയാം. അപ്പൊ കുറച്ചും കൂടെ നമ്മുടെ സിനിമയ്ക്ക് നല്ലതാന്ന് തോന്നി. നമുക്ക് തൽക്കാലം ഇനി മാറ്റി വെച്ച സിനിമയിലേക്ക് നമുക്ക് തിരിച്ചു വരാം. സിനിമയുടെ വിശേഷങ്ങൾ പറയാം. സിനിമയുടെ ഷൂട്ട് എവിടം വരെ, അല്ലെങ്കിൽ എന്താണ് സിനിമയുടെ ഒരു ബേസിക് ത്രെഡ്, അങ്ങനെയുള്ളതൊക്കെ? എന്റെ സിനിമയാണെങ്കിൽ അതിന്റെ കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ഓഗസ്റ്റില് തുടങ്ങും അതിന്റെ ബാക്കി. ആർട്ടിസ്റ്റിന്റെ ഡേറ്റും എല്ലാം ജസ്റ്റ് ലാഗ് ആയിട്ടിരിക്കണേ. ആരാണ് അതിന്റെ കാസ്റ്റിംഗ് എല്ലാം വരുന്നത്? കാസ്റ്റിംഗ് ഞങ്ങളൊരു V1 സിനിമാസ് എന്ന് പറഞ്ഞ ഒരു എടുത്തിട്ടുണ്ട്. അപ്പോ അവര് തന്നെയാണ് പ്രൊഡ്യൂസിങ്ങും എല്ലാം. അവര് തന്നെയാണ്. അവരെ ഒരു ടീമാണ്. ടീമിന് സ്പോൺസർഷിപ്പ് അല്ലേ കിട്ടി. നല്ലൊരു പ്രൊഡ്യൂസറിനെ കിട്ടി. അതാണ് ഒരു ഡയറക്ടറിന് ഏറ്റവും ആദ്യമായിട്ട് നല്ലൊരു പ്രൊഡ്യൂസർ. അത് നല്ല കൃത്യമായിട്ട് കിട്ടിയല്ലേ? അപ്പൊ സിനിമയുടെ കഥയിലേക്ക് എങ്ങനെ എത്തി? അതും അൻസുടെ കഥ, അൻസു തന്നെ എഴുതിയ കഥയാണോ അതോ? എഴുതിയ കഥയല്ല. ഇപ്പൊ എനിക്കൊരു തോട്ട് തോന്നി ഈ ഒരു കണ്ടന്റ് ചെയ്ത് എങ്ങനെ ഉണ്ടായിരിക്കും, എന്നിട്ട് ആ കണ്ടന്റ് അവർക്ക് കൊടുത്തു. അവര് സ്ക്രിപ്റ്റ് ആക്കി നമുക്ക് സിനിമ ആക്കി തരും. വേറെ സ്ക്രിപ്റ്റ് റൈറ്റർ ഉണ്ടോ? അതും അതാരാണ്? പൃഥ്വിചേട്ടനുണ്ട്, പിന്നെ ദീപകേട്ടനുണ്ട്, പിന്നെ ഈ ജയകൃഷ്ണൻ ചേട്ടനും ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ ആണ്. ഉണ്ടാവും. ഓക്കെ. സിനിമയുടെ അഭിനേതാക്കൾ ആരൊക്കെയാണ് സിനിമയിലുള്ള? നായകൻ, നായിക എന്ന് പറയുന്നത് മെയിൻ ക്യാരക്ടർ ഞാൻ തന്നെയാണ് അതിന്റെ സെൻട്രൽ ക്യാരക്ടർ. പിന്നെ ഫീച്ചർ ഫിലിമിലും അൻസു തന്നെയാണ് നായിക. അടിപൊളി. അത് ആ കേൾക്കുമ്പോ തന്നെ, ആ ഒരു കാസ്റ്റ് കേൾക്കുമ്പോ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഒരു ക്യൂരിയോസിറ്റി അടിക്കുന്നുണ്ട്. കാരണം ഇപ്പൊ അൻസു ഇപ്പൊ അതിനകത്ത് ക്യാരക്ടർ എന്ത് ക്യാരക്ടറായിട്ട് അഭിനയിക്കുന്നത്? നായിക ആരാണ്? അല്ല, നായിക ആരാണ്? സ്റ്റുഡന്റ് ആണോ അതോ? സ്റ്റുഡന്റ്. ലഹരിയായിട്ട് ബന്ധപ്പെട്ട ഒരു സിനിമയാണ്. അപ്പൊ അതിനകത്ത് പ്രതിരോധിക്കുന്ന ഒരാള്. മ്യൂസിക് ഒക്കെ ആരാണ് ചെയ്യുന്നത്? അത് ആ സെറ്റ് എനിക്ക് ശരിക്കും പറഞ്ഞ ആറാം പേര് ഞാൻ പഠിച്ചു വരുന്നതേ ഉള്ളൂ. അവരോടൊക്കെ ഇണങ്ങി വരുന്നതേ ഉള്ളൂ. ഞാൻ ഡയറക്ഷൻ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ, വേറെ ആരും നോക്കുന്നില്ല. അതിനകത്തായിരിക്കും കൂടുതൽ ഫോക്കസ്. അപ്പൊ സിനിമയുടെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുന്ന ആരാണ്? അച്ഛനാണോ അതോ നേരത്തെ പറഞ്ഞ പ്രൊഡക്ഷൻ ടീംസ് ആണോ? സിനിമയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്ന രണ്ടുപേരും നോക്കും. പപ്പായും നോക്കുന്നുണ്ട്, എല്ലാരും നോക്കുന്നുണ്ട്. പപ്പ ഫുൾ ടൈം കൂടെ തന്നെ ഉണ്ട് സിനിമയുടെ ഏറ്റവും കൂടുതൽ കാര്യത്തിന് കൂടെ നിൽക്കുന്നത് പപ്പായ. അമ്മ ഏറ്റവും കൂടുതൽ വീഡിയോ ക്രിയേഷൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യണേ. മൂവി ഡയറക്ഷൻ ഇഷ്ടമല്ലെന്നല്ല, ഇഷ്ടമാണ്. പക്ഷെ പുറത്തൊക്കെ പോകാൻ ഏറ്റവും തന്നെ കൊണ്ടുപോകണതും ഏറ്റവും കൂടുതൽ ഡയറക്ടേഴ്സിനൊക്കെ വിളിച്ച് ഏറ്റവും കോണ്ടാക്ട് ഒക്കെ ഉണ്ട്. ഇപ്പോഴും കൂടെ വന്നായിരുന്നു അമ്മയാട്ടോ. എല്ലാരും പപ്പ താഴത്താണെന്നേ ഉള്ളൂ. എല്ലാരും ഉണ്ട്. ചേട്ടൻ UK ഇപ്പൊ വന്നേളൂ. ഇപ്പൊ കുറച്ച് സമയം പോകും. അതുകൊണ്ട് സിനിമ എന്തുകൊണ്ടാണ് ഇപ്പൊ ഷെഡ്യൂൾ മാറിയപ്പോ? അവധിക്കാലം നോക്കി വെക്കുന്നതാണോ അതോ ഡേറ്റ് ഇഷ്യൂ ക്ലാഷ്? അത് ഒന്ന് സ്ക്രിപ്റ്റിന്റെ കുറച്ച് ഇതുണ്ട്, പിന്നെ ആർട്ടിസ്റ്റിന്റെ ഡേറ്റ് അങ്ങനെ ഇതാണ്. അപ്പോ ഇനി ഒരുപാട് സംസാരിക്കുന്നുണ്ട്. കാരണം എന്റെ ഇനിയുള്ള ആഗ്രഹം അൻസുവിന്റെ സിനിമ റിലീസ് ചെയ്ത് അതൊരു ഹിറ്റായി നിൽക്കുമ്പോൾ
ആ സമയത്ത് ഡയറക്ടർ അൻസുവിന്റെ അടുത്ത് ഇന്റർവ്യൂ ചെയ്യുക, അന്നേരം കൂടുതൽ വിശേഷങ്ങൾ സംസാരിക്കാന്നാണ് ഇപ്പൊ എനിക്ക് ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അൻസുവിന്റെ ഡയറക്ഷൻ അല്ലെങ്കിൽ പുതിയ സിനിമയ്ക്ക് അല്ലെങ്കിൽ എല്ലാ മേഖലകളിലും അൻസുവിന് IPS ആകട്ടെ, എല്ലാ ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിക്കുന്നു. അൻസു, താങ്ക് യു ഫോർ കമ്മിങ്. വെൽക്കം.